ഹലോ കൂട്ടുകാരെ, പുത്തനുടുപ്പെടുക്കാൻ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ഒരു നീല ഉടുപ്പ് ആദ്യം വെച്ച് നോക്കി. പിന്നെ ഇത് ഉടുപ്പുകളെല്ലാം വലിച്ചിട്ടതാണ്. അതിനുശേഷം ഈ പീച്ച് കളറും, പിന്നെ ഈ പീച്ച് കളർ ഉടുപ്പ് വെച്ച് നോക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നു. ആള് വലിയ കുഴപ്പമില്ല ഇപ്പം. അതിനുശേഷം നമ്മൾ ഈ ഒരു ലൈറ്റ് കളർ ഉടുപ്പും കൂടെ എടുത്തു. പക്ഷെ ടോയ് സെക്ഷൻ കണ്ടപ്പം പിന്നെ ആള് നേരെ അങ്ങോട്ടായി ശ്രദ്ധ. പിന്നെ ഈ യൂണിക്കോണിൻ്റെ ഈ പാവക്കുട്ടി വേണമെന്ന് പറഞ്ഞ് നല്ല വാശിയായിരുന്നു. പിന്നെ ഈ പാവക്കുട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത്. കൂട്ടത്തിൽ മന്നച്ചേച്ചിയുണ്ട്. മന്നച്ചേച്ചിയും അവിടെ പാവകൾ നോക്കിയെടുക്കുവാണ്. പിന്നെ ഇങ്ങനെ അങ്ങ് കട മൊത്തം ഇങ്ങനെ ലൈറ്റുകൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ലൈറ്റുകൾ ഇങ്ങനെ നോക്കി. പിന്നെ വിഷു ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കടയിൽ. അപ്പം അത് നോക്കി ഇങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം ആൾക്ക് ബോറടിച്ച് തുടങ്ങി. അപ്പോൾ ബോറടിച്ച് പോയപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് ആളെ എങ്ങനെയെങ്കിലും എൻഗേജ് ചെയ്യിപ്പിച്ച് ഇരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ ചെന്നു. പക്ഷെ അവിടെ നല്ല ക്യൂ ആയിരുന്നു. കുറേ നേരം വെയിറ്റിംഗ് ആയിരുന്നു. ചെറുതായിട്ട് ബോറടിച്ച് തുടങ്ങി. യേശുക്കുട്ടനും ചെറുതായിട്ട് ബോറടിച്ച് തുടങ്ങി. അവിടെ ഇങ്ങനെ ഒരു പോണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ലൈറ്റ്, ഈ മരത്തിൽ കുറേ നേരം നോക്കി നിന്നു. ആൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൈറ്റ് വളരെ ഇഷ്ടമാണ്. അപ്പം ഈ മരത്തെ ലൈറ്റ് ഇട്ടേക്കുന്നത് ഇതിങ്ങനെ ഫുള്ളങ്ങ് മേള് വരെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അതങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ അത് പിടിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം തൊട്ട് വീണ്ടും ഇത്രയും നേരെ ഇരുന്നതിൻ്റെ ക്ഷീണമൊക്കെ കാരണം ആളിച്ചിരി വാശി കാണിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ കയ്യിലൊരു പേപ്പർ വെച്ചിട്ട് തൽക്കാലം സമാധാനിപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു. പിന്നെ അവൾ ഇഷ്ടപ്പെട്ട പാട്ട്, കാർട്ടൂൺ പാട്ട് താറാവേ താറാവേ പാടി കഴിഞ്ഞാൽ പിന്നെ ആള് കുഴപ്പമില്ല. അപ്പോൾ താറാവേ താറാവേ പാട്ടും കൂടെ പാടി ആളെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചിരുത്തി. നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ഇതിപ്പോൾ ഈ താളം പിടിക്കുന്നത് അതാ, താറാവേ താറാവേ പാട്ട് പാടുന്ന എപ്പോഴാണ് ആളിങ്ങനെ താളം പിടിക്കുന്നത്.